സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് ഇന്ന് വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കും. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ ഇന്ന് സമരത്തിൻ്റെ ഭാഗമാകും. ചലച്ചിത്ര താരം രഞ്ജിനി ഉൾപ്പെടെയുള്ള ആളുകൾ സമരപന്തലിലെത്തും. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. വനിതാ ദിന ആശംസകൾ. കാരണം പിടിച്ചു വാങ്ങിച്ചു ഒരു ആശംസ നമ്മുടെ ക്രിസ്റ്റിന. അത് മേഘനയിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഹാപ്പി വിമൻസ് ഡേ. ഗുഡ് മോർണിംഗ്. ഇത് വനിതാ ദിനത്തിൽ ഒട്ടും അഭിമാനമില്ലാതെയാണ് ഈ തലസ്ഥാന നഗരിയിൽ തലയുയർത്തി നിന്ന് ഈ സമരവേദിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എസ്കെന്നോട് ആദ്യം തന്നെ അറിയിക്കാനുള്ളത്. കാരണം അത്തരത്തിൽ നമ്മൾ കാണുന്നതാണ്. നോക്കൂ, കഴിഞ്ഞ 27 ദിവസമായി ഈ തലസ്ഥാന നഗരിയിൽ ഈ ആശമാരിവിടെ സമരം ചെയ്യുകയാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ ഈ 27 ദിവസമായി ഒരു മാസം നീണ്ട രീതിയിൽ സമരം നടത്തുന്നു. പക്ഷേ എന്താണ് ഈ വനിതാ ദിനത്തിൽ ഇവർക്ക് സർക്കാർ നൽകുന്നത്, അല്ലെങ്കിൽ എന്ത് ചർച്ചയാണ് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ ഒരു വനിതാ മഹാസംഗമം, ഇന്നത്തെ ഒരു വനിതാ ദിനം എന്ന് പറയുന്നത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ പോകുന്നത് ഒരു തൊഴിൽ സമരത്തിന്റെ പേരിൽ തന്നെയായിരിക്കും. ആ തൊഴിൽ സമരം എന്ന് പറയുന്നത് ഈ ആശമാരുടെ വനിതാ സംഗമമാണ്. അത് വിവിധ ജില്ലകളിൽ നിന്ന് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടുള്ള ഒരു മഹാസംഗമം സംഘടിപ്പിക്കാനാണ് ഇന്ന് ആശമാർ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി വിവിധ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നവർ കഴിഞ്ഞ 27 ദിവസമായി തന്നെ രാപ്പകൽ സമരം നടത്തുകയാണ്. അതുകൊണ്ട് അതിൽ അവർക്ക് ഇന്നും ആ ഒരു സമരത്തിന്റെ ഒരു ശക്തി കൂട്ടുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇതിൽ വിവിധ സാമൂഹിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഈ ഒരു വനിതാ ദിനത്തിൽ എങ്ങനെയാണ് ഈ ഒരു തലസ്ഥാന നഗരിയും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുള്ള ഈ സമരവും ഈ ആശമാരും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ചേച്ചി, ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ദിന ആശംസകൾ നൽകാൻ പറ്റുമോ? ആ ഒരു സാഹചര്യം അല്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ഒരു സമരപരിപാടിയും വനിതാ സംഗമവും ഒക്കെ നടക്കാൻ പോകുന്നത്? ഇന്ന് മഹത്തായ ഒരു വനിതാ സംഗമം തന്നെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇതിലായിട്ട് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഏറ്റവും ശക്തി, ഞങ്ങളുടെ വനിതകളുടെ ശക്തി, ആശാ വർക്കേഴ്സിന്റെ ശക്തി ഇന്ന് ഇവിടെ കാണും. മഹാസംഗമത്തിൽ കണ്ടതുപോലെ, നിയമസഭാ മാർച്ചിൽ കണ്ടതുപോലെ ഒരു വലിയ സ്ത്രീ ശക്തി ഇന്നിവിടെ കാണും. തിരുവനന്തപുരം സിറ്റി കാണും. പല ജില്ലകളിൽ നിന്നായിട്ട് ഞങ്ങളുടെ ആശാ സഹോദരിമാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 10 മണി ആകുമ്പോഴത്തേക്കും ഈ സിറ്റി സ്തംഭിക്കുന്ന രീതിയിൽ ജനം എത്തുമെന്നാണ് വിശ്വസിക്കും. ഇപ്പോഴും തുടർച്ചയായിട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നേരിടുന്നുണ്ട് ഇപ്പോഴും. ആ ഒരു വനിതാ ദിനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരുടെ അധിക്ഷേപങ്ങൾ ശരിക്കും പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് പൂമാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെത്രത്തോളം ഞങ്ങളെ കല്ലെറിയുന്നു അത്രത്തോളം ഞങ്ങളെ ശക്തി വർദ്ധിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് കൂടിക്കൊണ്ട് വരുന്നു. ആദ്യമൊക്കെ ഞങ്ങളൊന്ന് പതർച്ചയുണ്ടായി. ഞങ്ങൾക്ക് ഇങ്ങനെ അധിക്ഷേപമാണല്ലോ, ഈ അധിക്ഷേപങ്ങളെയും ഞങ്ങൾ ശക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനപിന്തുണ ഞങ്ങൾക്കാണ്. ഇപ്പം ഭരണകൂടത്തിനെതിരെയാണ് ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ സ്ത്രീ ജനങ്ങളെ 10-27 ദിവസമായിട്ട് ഈ പൊരിവെയിലത്തും പെരുമഴയത്തും ഇരുത്തിയിരിക്കുന്നത് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങി. അവർ പറയുന്നത്, എന്റെ ചേച്ചിമാരെ, ഞങ്ങളുടെ അമ്മമാരെ, നിങ്ങൾ ഇവിടെ നിന്ന് എണീറ്റ് പോകരുത്. നിങ്ങൾ ഇവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ ഇനി ഒരു സമരവും ഈ ഭരണകൂടത്തിന് മുന്നിൽ ജയിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ CPOയുടെ ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ വന്ന് ഇവിടെ ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചു. അവരുടെ കണ്ണുനീര്, അമ്മമാരെ, നിങ്ങളാണ് ഞങ്ങളെ പ്രതീക്ഷ, നിങ്ങൾ ഇവിടെ നിന്ന് പോകരുതെന്ന്. അനേകം പേർ വന്ന് ഒറ്റപ്പെട്ട സമരം ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഉണ്ട്. ഈ വനിതാ സംഗമം കേരളം കണ്ട ഏറ്റവും വലിയൊരു സംഗമമായിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇവർക്കൊരു വനിതാ ദിന ആശംസകൾ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ തലസ്ഥാന നഗരിയിൽ ഇല്ല. കാരണം അവർ 27 ദിവസങ്ങൾ അനുഭവിച്ചിട്ടുള്ള, നേരിട്ടിട്ടുള്ള അധിക്ഷേപങ്ങൾ, കൂടാതെ ഇത്തരത്തിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ ഈ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നു. അത് പലതരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാഗ്വാദങ്ങൾക്ക് ഇരയാകുന്നു. പക്ഷേ ഇവർക്ക് വേണ്ടത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക. അത് ഈ വനിതാ ദിനത്തിനെങ്കിലും ഏതെങ്കിലും തരത്തിൽ സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തും. ഈ ഒരു പ്രശ്നം, ഈ ഒരു തൊഴിൽ സമരം തന്നെയാണ്. അത് ചരിത്രത്തിൽ ഈ ഒരു വനിതാ ദിനം ആചരിക്കുന്നത് ഇത്തരത്തിലൊരു തൊഴിൽ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ 27 ദിവസം ഈ വനിതാ ദിനത്തിൽ കാണുന്നത് ഈ വനിതകളുടെ തൊഴിൽ സമരം തന്നെയാണ്. അത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം.